Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechanics of machinery. And today's topic is instantaneous center method. We have already discussed this topic in our first year engineering mechanics class. And instantaneous center is nothing but when the body's displacement is equal to a pure rotation of body as the whole about some center, such center is called instantaneous center. ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പി ക്യൂ എന്ന് പറയുന്ന ഒരു ലിങ്ക് പി ഡാഷ് ക്യൂ ഡാഷ് എന്ന് പറയുന്ന പുതിയ പൊസിഷനിലേക്ക് മാറുവാണ്. ഒരേ ലിങ്കാണ് ഇത് രണ്ടും. ഈ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ലേഷനാണ് ഉള്ളത്. പക്ഷേ നമുക്ക് ഇതിനെ ഈ ഒരു പോയിന്റിന് വെച്ചിട്ടുള്ള റൊട്ടേഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യൂ ഡാഷ് എന്നുള്ള കർവിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഐ ആയിരിക്കും. അതുപോലെ പി ഡാഷ് എന്ന് പറയുന്ന കർവിൻ്റെ സെൻറ്റർ ഐ ആയിരിക്കും. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡിൻ്റെ ബേസ്. അതായത് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്തുള്ളത് പി ക്യൂ എന്ന് പറയുന്ന ഒരു ലിങ്കാണ്. പി ക്യൂ എന്ന് പറയുന്ന ലിങ്കിൻ്റെ പുതിയ പൊസിഷനാണ് പി ഡാഷ് ക്യൂ ഡാഷ്. അഥവാ അത് വെറും ലോഞ്ചിറ്റ്യൂഡൽ മോഷനല്ല, കുറച്ച് കർവേച്ചർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പി ഡാഷിൻ്റെ ലെങ്ത്തും ക്യൂ ഡാഷിൻ്റെ ലെങ്ത്തും തമ്മിൽ കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാവും. അതൊരു കമ്പൈൻഡ് മോഷനാണ്. പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പി ഡാഷ് എന്നുള്ള ലൈൻ ജോയിൻ ചെയ്യുക. അതുപോലെ ക്യൂ ഡാഷ് എന്നുള്ള ലൈനും ജോയിൻ ചെയ്യുക. അതായത് സിമിലർ പോയിൻറ്റ്സ്. പിയുടെ ഇനീഷ്യൽ പോയിൻറ്റും പിയുടെ ഫൈനൽ പോയിൻറ്റും തമ്മിൽ ഡയറക്റ്റ് ജോയിൻ ചെയ്യുക. അതുപോലെ ക്യൂവിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും ക്യൂവിൻ്റെ ഫൈനൽ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം ബൈസെക്റ്റേഴ്സ് എടുക്കുക. അഥവാ ഇതിൻ്റെ സെൻട്രൽ ലൈൻ ഡ്രോയിൻ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഈ സിയിലെ കൂടി കടന്നു പോകുന്ന ലൈൻ അതിൻ്റെ സെൻട്രൽ ലൈനാണ്. ഇവിടെ ഡിയിലെ കൂടി കടന്നു പോകുന്ന സെൻട്രൽ ലൈനാണ്. അത് രണ്ടും കൂടി കൂട്ടുമുട്ടുന്ന പോയിൻ്റാണ് ഐ. ഇങ്ങനെയാണ് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ ഐനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പൊസിഷൻ്റെ കറണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഉള്ളത്. പക്ഷേ ചിലപ്പോൾ ഇതിൻ്റെ ലിങ്കിൻ്റെ മോഷൻ പിന്നെയും മാറുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്നുള്ളതിൻ്റെ പൊസിഷൻ മാറാം. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഒരു ഫിക്സഡ് ആണ് എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല. നമുക്കിനിയിപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ ഒരു പ്രൂഫ് കണ്ടുപിടിക്കാം. ഡെൽറ്റ എക്സ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി മുതൽ പി ഡാഷ് വരെയുള്ള എക്സ് ഡയറക്ഷനിലുള്ള ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഡെൽറ്റ എക്സ് പി ഈക്വൽ ടു ഐ പി ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഐ പി എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ഡെൽറ്റ തീറ്റ. ഡെൽറ്റ തീറ്റ വളരെ സ്മോൾ ആയതുകൊണ്ട് ഐ പി സൈൻ ഡെൽറ്റ തീറ്റ വേണ്ട, ഐ പി ഡെൽറ്റ തീറ്റ മാത്രം എടുത്താൽ മതി. സിമിലർലി ഡെൽറ്റ എക്സ് ക്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഐ ക്യൂ ഇൻറ്റു ഡെൽറ്റ തീറ്റ തന്നെ വരും. ഇവിടെയുള്ള അതേ ആംഗിളാണ് അപ്പുറ സൈഡിലും വരിക. ഓക്കെ, അതായത് ക്യൂ ഐ ക്യൂ ഡാഷും പി ഐ പി ഡാഷും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള മോഷൻ എടുത്ത ടൈം ഡി ടി ആണെന്ന് അസ്യൂം ചെയ്യാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡെൽറ്റ എന്നുള്ള വാല്യൂവിനെ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. കാരണം ഇത് ഡിഫറൻഷ്യൽ ഫോമിലേക്ക് ആക്കിയിട്ടുണ്ട്. അതാണ് ഡി എക്സ് പി ബൈ ഡി ടി ഈക്വൽ ടു, ആദ്യത്തെ ഇക്വേഷനാണ് ഡി എക്സ് പി ബൈ ഡി ടി ഈക്വൽ ടു ഐ പി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. നമുക്കറിയാം ഡി എക്സ് പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ദാറ്റ് വിൽ ബി വെലോസിറ്റി ഓഫ് ദാറ്റ് പോയിൻറ്റ്. ആൻഡ് ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഒമേഗ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ ഇക്വേഷൻ വി പി ഈക്വൽ ടു ഐ പി ഇൻറ്റു ഒമേഗ എഴുതാം. അതുപോലെ വി ക്യു ഈക്വൽ ടു ഐ ക്യു ഇൻറ്റു ഒമേഗ സിമിലർലി എഴുതി കഴിഞ്ഞാൽ. പിന്നെ ഓരോ സാധനം എടുക്കുമ്പോഴും അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേർ ഇസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ലൊക്കേറ്റഡ്? യു ക്യാൻ സി എ ഫസ്റ്റ് ഫിഗർ, ലിങ്ക് 1 ആൻഡ് ലിങ്ക് 2 ഹാവിങ് എ കോമൺ പോയിൻറ്റ്, ദാറ്റ് ഈസ് എ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഒരു ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫോർബാർ മെക്കാനിസം എടുക്കുകയാണെങ്കിൽ ആ ഫോർബാർ മെക്കാനിസത്തിൻ്റെ ഓരോ ജോയിൻറ്റിലും ഓരോ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെന്നുള്ളത് ഒരു റോളിംഗ് ബോഡി ഒരു പ്ലെയിൻ സർഫസിൻ്റെ മുകളിൽ കൂടി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഒക്കർ ചെയ്യുക റോളിംഗ് ബോഡിയും സർഫസും തമ്മിലുള്ള കോണ്ടാക്ട് പോയിൻറ്റിലാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് 1 ലിങ്ക് 2 ഡിസ്ക്കാണ്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോണ്ടാക്ട് പോയിൻറ്റിലാണ് വരിക. ഇതുപോലുള്ള പ്രോബ്ലംസ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ധാരാളം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, സ്ലൈഡർ ഉണ്ടെങ്കിൽ സ്ലൈഡറിൻ്റെ മോഷൻ ലീനിയർ മോഷൻ ആയിരിക്കും. ആ ലീനിയർ മോഷൻ 90 ഡിഗ്രിയിൽ ഇൻഫിനിറ്റി വാല്യൂവിലാണ് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഒക്കർ ചെയ്യുക. ഓക്കെ, പിന്നെയുള്ള രണ്ട് എക്സാമ്പിൾസ്, ഒരു
കർവായിട്ടുള്ള പാത്ത് അഥവാ കോൺകേവ് സർഫസിൽ നിൽക്കുന്ന ഒരു സ്ലൈഡും മറ്റൊരു കോൺവെക്സ് സർഫസിൽ നിൽക്കുന്ന ഒരു ബോഡീൻ്റെയും ഇൻസിഡൻറ്റ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ രണ്ട് പോയിൻറ്റിലെ വെലോസിറ്റി അറിയാമെങ്കിൽ ആ വെലോസിറ്റീൻ്റെ 90 ഡിഗ്രി ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും അതിൻ്റെ ഇൻസിഡൻറ്റ് സെൻറ്റർ. ഇങ്ങനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യത്തെ 3 എണ്ണമാണ്. ഇത് രണ്ടും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി മാത്രം വയ്ക്കുക. അടുത്തത് കെന്നഡീസ് തിയറാണ്. കെന്നഡീസ് തിയറും ഇൻസിഡൻറ്റ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻറ്റ് തിയറാണ്. അർണോൾഡ് കെന്നഡി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കെന്നഡീസ് തിയർ ഉണ്ടാക്കിയിട്ടുള്ളത്. കെന്നഡീസ് തിയറം പറയുന്നത് ഇതാണ്: ഇഫ് 3 ബോഡീസ് മൂവ്സ് റിലേറ്റീവ് ടു ഈച്ച് അതർ ദേ ഹാവ് 3 ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ദാറ്റ് ലൈസ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ഒന്നും കൂടി പറയാം. 3 ബോഡി തമ്മിൽ ഒരു റിലേറ്റീവായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് കെന്നഡീസ് തിയറം പറയുന്നത്. നമുക്കിനി നോക്കേണ്ട ഇൻസിഡൻറ്റ് സെൻറ്റർ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാനാണ്. ഇൻസിഡൻറ്റ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സർഫസിലുള്ള നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് സെൻറ്റേഴ്സ് അറിയണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് സെൻറ്റർ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു N ഇൻറ്റു N-1 ഡിവൈഡഡ് ബൈ 2 വേർ സ്മോൾ n ഈസ് ദ നമ്പർ ഓഫ് ലിങ്ക്സ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ചിത്രം എടുത്തിട്ടാണെങ്കിൽ ഒരു ലിങ്ക്, രണ്ടാമത്തെ ലിങ്ക്, മൂന്നാമത്തെ ലിങ്ക്, നാലാമത്തെ ലിങ്ക്, ടോട്ടൽ 4 ലിങ്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 4 ഇൻറ്റു 4-1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 6. ഇത്രയും ഇൻസിഡൻറ്റ് സെൻറ്ററാണ് ഈ ഒരു ഫിഗറിന് ഉണ്ടാവുക. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ ലിങ്കിനെ വെച്ചിട്ട് മാറ്റി എഴുതാം. ഒന്നാമത്തെ ലിങ്ക് എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ലിങ്ക് എടുക്കുകയാണെങ്കിൽ 1ഉം 2ഉം കാരണം ഒരു ഇൻസിഡൻറ്റ് സെൻറ്റർ ഉണ്ടാവും, 1ഉം 3ഉം കാരണം ഇൻസിഡൻറ്റ് സെൻറ്റർ ഉണ്ടാവും, 1ഉം 4ഉം കാരണം ഇൻസിഡൻറ്റ് സെൻറ്റർ ഉണ്ടാവും. അതാണ് ഇവിടെ കുത്തനെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ എടുത്തു കഴിഞ്ഞാൽ 2ഉം 3ഉം കാരണം ഉണ്ടാവും, 2ഉം 4ഉം കാരണം ഉണ്ടാവും, 2ഉം 1ഉം കാരണം ഉണ്ടാവും. പക്ഷേ 2ഉം 1ഉം കാരണമുള്ളത് നമ്മൾ ഓൾറെഡി 1, 2 എന്നിട്ട് മാർക്ക് ചെയ്തു. അതുകൊണ്ട് അത് വീണ്ടും എഴുതണ്ട. ഇനി 3 എടുത്തു കഴിഞ്ഞാൽ 3ഉം 4ഉം ഉണ്ടാവും, 3ഉം 1ഉം ഉണ്ടാവും, 3ഉം 2ഉം ഉണ്ടാവും. പക്ഷേ 3ഉം 1ഉം 3ഉം 2ഉം ഓൾറെഡി 1, 2, 2, 3 എന്നുള്ള വിധത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത്രയും വരും. ഇനി 4 എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻസിഡൻറ്റ് സെൻറ്ററും ഉണ്ടാവും. പക്ഷേ എല്ലാം തന്നെ ഓൾറെഡി ഡിഫൈൻഡ് ആയതുകൊണ്ട് വീണ്ടും എഴുതണ്ട. അതുകൊണ്ട് തന്നെ ടോട്ടൽ എണ്ണി നോക്കുക: 1, 2, 3, 4, 5, 6. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തത് കറക്റ്റാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റ് ഫിക്സഡ് ആൻഡ് പെർമനൻറ്റ് ഇൻസിഡൻറ്റ് സെൻറ്റർ ബൈ ഇൻസ്പെക്ഷൻ. ഇതിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1ഉം 2ഉം തമ്മിലുള്ള ഇൻസിഡൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ജോയിനിലാണ് വരിക, 2ഉം 3ഉം തമ്മിലുള്ളത് ഈ ജോയിനിലാണ് വരിക, 3ഉം 4ഉം തമ്മിലുള്ളത് ഈ ജോയിനിലാണ് വരിക, 4ഉം 1ഉം തമ്മിൽ അഥവാ 1, 4 ഇവിടെയാണ് വരിക. പിന്നെ ഇതിനകത്ത് ഫിക്സഡ് ഇൻസിഡൻറ്റ് സെൻറ്റർ, പെർമനൻറ്റ് ഇൻസിഡൻറ്റ് സെൻറ്റർ, നൈദർ ഫിക്സഡ് നൈദർ പെർമനൻറ്റ് ഇൻസിഡൻറ്റ് സെൻറ്റർ, ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ഫിക്സഡ് ഇൻസിഡൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റൊട്ടേഷൻ ചെയ്താലും എന്ത് മോഷൻ ചെയ്താലും അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസിൻ്റെ ലൊക്കേഷൻ മാറില്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ലിങ്കിന് എത്ര മോഷൻ കൊടുത്തു കഴിഞ്ഞാലും 1, 2 എന്ന് പറയുന്നതും 1, 4 എന്ന് പറയുന്നതും ഫിക്സഡ് ആയിരിക്കും. ആ പോയിൻറ്റിന് വ്യത്യാസം വരില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഫിക്സഡ് ആണെന്ന് പറയാം. ഈ 3, 4 എന്നുള്ളതിന് ഇവിടെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവും നമുക്കറിയാം. പക്ഷേങ്കിൽ ഇതിൻ്റെ മോഷൻ അനുസരിച്ചിട്ട് ഈ 3, 4 എന്നുള്ളതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറി കറങ്ങി ഇവിടം വരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അഥവാ അത് ഫിക്സഡ് പോയിൻ്റ് അല്ല, പക്ഷേങ്കിൽ പെർമനൻ്റ് ആയിട്ടാണ് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എക്സിസ്റ്റ് ചെയ്യും. പിന്നെ മൂന്നാമത്തേത് നമുക്കിനി അടുത്ത ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇനിയും ബാക്കി 2 കൂടി ഉണ്ട്, അത് 2 കൂടി നമുക്ക് പറയാം. ഇത് ഞാനിപ്പം പറഞ്ഞ കാര്യമാണ്. 1, 2 ആൻഡ് 1, 4 ആർ ഫിക്സഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, 1, 2, 3 ആൻഡ് 3, 4 ആർ പെർമനൻറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. അതിനുള്ള കാരണം ഇത് ഫിക്സഡ് അല്ല. രണ്ടാമത്തേത് the 4-bar mechanism have 4 turning pair, primary or fixed and permanent incident center located at the center of the pin joint. നമ്മളിപ്പം പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ ടേണിംഗ് പേയേഴ്സാണ് ഫുള്ളായിട്ടുള്ളത്. ടേണിംഗ് പേയേഴ്സിൽ ഫിക്സഡ് വരുന്നത് ഫിക്സഡ് ലിങ്കിൻ്റെ എൻഡ് പോയിൻറ്റ്സിലായിരിക്കും. ബാക്കിയെല്ലാം തന്നെ പെർമനൻ്റ് ആയിരിക്കും, ബാക്കി ലിങ്കിൻ്റെ ജോയിൻറ്റ്സ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡറി സെൻറ്റേഴ്സ് അഥവാ നൈദർ ഫിക്സഡ് നോർ പെർമനൻറ്റ് സെൻറ്റേഴ്സ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളാണ് നേരത്തെ പറഞ്ഞ കെന്നഡീസ് തിയറം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ചിത്രം നോക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1ഉം
2 നമ്മൾ കണ്ടുപിടിച്ചു, 2ഉം 3യും നമ്മൾ കണ്ടുപിടിച്ചു, 3ഉം 4ഉം നമ്മൾ കണ്ടുപിടിച്ചു, 1ഉം 4ഉം തമ്മിലുള്ളതും കണ്ടുപിടിച്ചു. ഇനി കാണാൻ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 3യും തമ്മിലുള്ളതുകൊണ്ട് 2ഉം 4ഉം തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇപ്പം 4 എന്നുള്ള ലൈനും 2 എന്നുള്ള ലൈനും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പോയിന്റിൽ കൂട്ടിമുട്ടും. അതായിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ 1, 3. ശ്രദ്ധിക്കേണ്ട കാര്യം, ലിങ്ക് 4ഉം 2ഉം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ 1, 3 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടില്ല, ഇതിൻ്റെ ഒരു സെൻറ്ററായിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് ഇത്. അതുപോലെ 1ഉം 3യും ലിങ്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുക ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ 2, 4ഉം ആയിരിക്കും. ഇതാണ് കെൻഡിസ് തിയറം ആക്ച്വലി. അഥവാ 3 ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, 3 ബോഡിക്ക് റിലേറ്റീവ് ബോഡി മൂവ്മെൻറ്റ് ഈച്ച് അവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ സ്ട്രെയിറ്റ് ലൈനിൽ ഒക്കെ അറിയും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ I14, I12, I24 ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലാണ്. അതുപോലെ I34, I23, I124 സ്ട്രെയിറ്റ് ലൈനിലാണ് ഉള്ളത്. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന I24ഉം I13 ആണ് നൈദർ പെർമനൻറ്റ് നോർ ഫിക്സഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ മോശം വരുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വേണമെങ്കിൽ ഇങ്ങോട്ട് മാറാം, അങ്ങോട്ട് മാറാം, ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫിക്സഡും അല്ല പെർമനൻറ്റും എല്ലാം പറയും. ടോട്ടൽ 6 ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യുന്ന ഡയഗ്രാം ഇത്. ഒന്നാമത്തെ 1, 2, രണ്ടാമത്തെ 2, 3, മൂന്നാമത്തേത് 3, 4, നാലാമത്തേത് 1, 4, 1, 3 എന്നുള്ളത് അഞ്ചാമത്തേത്, 2, 4 എന്നുള്ളത് ആറാമത്തെ. 6 ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററാണ് ഉള്ളത് എന്നുള്ളത് ചിത്രത്തിൽ കാണിച്ചതാണ്. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ് വഴി പ്രോബ്ലം ചെയ്യുന്നതാണ്. ദ ലെങ്ത് ഓഫ് വേരിയസ് ലിങ്ക്സ് ഓഫ് എ 4-bar മെക്കാനിസം ആസ് ഫോളോസ്. BC equal to 75 mm, CD equal to 80 mm, D equal to 37 mm, B equal to 125 mm. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫൈൻഡ് ഓൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആൻഡ് ഓൾസോ ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് ലിങ്ക് CD. The crank BC rotates uniformly at 100 radian/second. നമ്മളെ ചിത്രത്തിൽ എല്ലാം കറക്റ്റായിട്ട് സ്പേസ് ഡയഗ്രാം വരക്കുക. തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഇത് 53 ഡിഗ്രിയാണ് ചിത്രത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് BE വരക്കുക, BC വരക്കുക, CD വരക്കുക, D വരക്കുക, എല്ലാം കറക്റ്റിനെ ഒരു സ്കെയിലെടുത്ത് കറക്റ്റ് ഡയമെൻഷനിൽ വരക്കണം. ആ വരച്ച ചിത്രമാണ് ഇവിടെ കാണുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഒമേഗ തന്നതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നേരത്തെ അതേ മെത്തേഡ്. VBC ഈക്വൽ ടു BC എന്ന് പറയുന്ന ലിങ്ക് ലെങ്ത് ഇൻറ്റു ഒമേഗ BC, അത് 100 ആയിരുന്നു. അതുകൊണ്ട് ടോട്ടൽ 7.5 m/s വരും. അതിനുശേഷം നമുക്ക് നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കാണാം. നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ക്യാപിറ്റൽ N ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു n-1 ഡിവൈഡഡ് ബൈ 2. ഇവിടെ n-ൻ്റെ എണ്ണം 4 ആണ്. അതുകൊണ്ട് 4 × 4 - 1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 6 വരും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് വരിക. 1, 2, 1, 3, 1, 4, 2, 3, 2, 4, 3, 4. ഇത്രയും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററാണ് ഉണ്ടാവുക. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റേഴ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്യണം. ഇത് ഫസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, അഥവാ ഞാൻ ഇങ്ങനെയാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. നമ്പർ നിങ്ങൾ ഇഷ്ടത്തിന് കൊടുക്കാം. 1, 2, 3, 4 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1, 2, 3, 4 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ 1, 2 വരും. ഓപ്പോസിറ്റായി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം വരും. എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഞാൻ ലൊക്കേറ്റ് ചെയ്യാണ്. ഇതായിരിക്കും 1, 2 ആൻഡ് ഇതായിരിക്കും 2, 3, ഇതായിരിക്കും 3, 4, ഇതായിരിക്കും 1, 4. അങ്ങനെ 4 ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ 4 ജോയിനിൽ തന്നെ വരക്കാം. അതിനുശേഷം ലിങ്ക്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കറക്റ്റ് ഡയമെൻഷനിലായിരിക്കണം. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന 2 ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കൂടിയിട്ട് I24ഉം I13. ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒമേഗ ഈ CD-ൻ്റെ ആണ്. CD-ൻ്റെ ഒമേഗ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ C എന്നുള്ള പോയിൻ്റ് വെലോസിറ്റി അറിയണം, അല്ലെങ്കിൽ D എന്നുള്ള പോയിൻ്റ് വെലോസിറ്റി അറിയണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഓൾറെഡി ഒമേഗേൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഒമേഗ കണ്ടുപിടിച്ച് 7.5 ആണ്. ഇത് റിപ്പീറ്റ് എഴുതിയതാണ്, കാര്യമല്ല. VBC നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു കാര്യം കൂടിയുണ്ട്. VBC എന്ന് പറയുന്ന ലിങ്കിൻ്റെ ഒരു പോയിൻ്റാണ്, ഫൈനൽ പോയിൻ്റാണ് VC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിങ്കിൻ്റെ അതേ വെലോസിറ്റി ആയിരിക്കും ഈ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ VBC ഈക്വൽ ടു VC ഈക്വൽ ടു 7.5 m/s. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലിങ്കിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററുമായിട്ട് ഈ പോയിന്റിന് റിലേഷൻ ഉണ്ട്. അപ്പോൾ I13ഉം ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും തമ്മിൽ നമുക്ക് ഒരു റിലേഷൻ ഉണ്ട്. അതാണ് VC ഈക്വൽ ടു ഒമേഗ CD, ഈ ലിങ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു I13C എന്നുള്ള ലെങ്ത്ത്.
ഈ ലെങ്ത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാം. അതിപ്പോൾ ഏകദേശം 111.5 മീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 0.1115 വരും. അങ്ങനെ ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് വി സി കിട്ടും. ഓക്കെ, അങ്ങനെ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഒമേഗ അതിൻ്റെ അകത്ത് ഫൈൻഡ് ചെയ്യാം. ഇതാണ് ഒമേഗ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇതേപോലെ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിനും ഒമേഗ കണ്ടുപിടിക്കാനുണ്ട്, അഥവാ നമ്മളുടെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡിൽ സോൾവ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഈ രണ്ട് പ്രോബ്ലംസും എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ചെയ്തതായതുകൊണ്ട് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. താങ്ക് യു.